ഹലോ നമസ്കാരം. എല്ലാവർക്കും പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ത്രില്ലിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവയാനിയുടെ സ്നേഹം നയന മനസ്സിലാക്കുകയാണ്. കരൾ തന്ന പെൺകുട്ടി താനാണെന്നറിഞ്ഞിട്ടും വെറുതെ ഇട്ട് എല്ലാവരെയും കുരങ്ങ് എളുപ്പിക്കുകയാണ് ദേവയാനി എന്ന് നയന തിരിച്ചറിയുന്ന വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. നയന എങ്ങനെയാണ് ഇതെല്ലാം അറിഞ്ഞതെന്നല്ലേ? അതറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണുക. കാരണം ക്ലൈമാക്സിൽ ഒരു അടിപൊളി ട്വിസ്റ്റ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതിനെല്ലാം മുൻപായി ചാനൽ നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ ദേവയാനി തനിക്ക് കരൾ തന്ന പെൺകുട്ടിക്ക് 50 ലക്ഷം രൂപ കൊടുത്തെന്ന് ജയനോടും ആദർശിനോടുമൊക്കെ പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ജയൻ പറയുന്നു, നീ ആ പണം കൊടുത്തത് കരൾ തന്ന പെൺകുട്ടിക്കല്ല, ആ പെൺകുട്ടി നിന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. എൻ്റെ കൺമുൻപിലോ? എവിടെ? ഞാൻ എത്രയൊക്കെ ചോദിച്ചിട്ടും നിങ്ങൾ എനിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തന്നില്ലല്ലോ. എന്തായാലും ഇനി നിങ്ങൾ ആരും തന്നെ ബുദ്ധിമുട്ടണമെന്നില്ല. അതാരാണെന്ന് ഞാൻ സ്വയം കണ്ടെത്തി. എന്നിട്ട് ആ കുട്ടിക്ക് 50 ലക്ഷം രൂപ കൊടുക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്, ദേവയാനി പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ജയൻ പറയുകയാണ്, ദേവയാനി, നിനക്ക് കരൾ തന്നത് അത് മറ്റാരുമല്ല, നിന്റെ മരുമകൾ നയനയാണത്. ജയൻ്റെ വാക്കുകൾ കേട്ടതും ദേവയാനി ഒന്ന് ചെറുതായി പുഞ്ചിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ മറുപടി പറയുന്നു, ഇനിയും എന്നെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വിഡ്ഢിയാക്കാൻ നോക്കണ്ട. എനിക്ക് നല്ല ഉറപ്പുണ്ട് ആരാണ് എനിക്ക് കരൾ തന്നുള്ള കാര്യം. എന്തായാലും അത് നയനയൊന്നുമല്ല. അവൾ എനിക്ക് കരളൊന്നും തരില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എത്രയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടും ദേവയാനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ആദർശ് പറയുകയാണ്, അമ്മേ, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന സമയമാണ്. വെറുതെ അമ്മയെ ആരോ പറ്റിക്കാൻ നോക്കുന്നതാണ്. എന്നാൽ ദേവയാനി ഇത് കേട്ടതും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിലാലോചിക്കുന്നു, എനിക്ക് സത്യങ്ങളെല്ലാം അറിയാമെന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയില്ല. എന്തായാലും ഇവരെയെല്ലാം ഒന്ന് വട്ടം കളിപ്പിക്കാം. ആദർശിൻ്റെ വാക്കുകൾക്ക് മറുപടിയായി ദേവയാനി പറയുകയാണ്, എന്തായാലും എനിക്കൊരു തീരുമാനമേ ഉള്ളൂ. എടുത്ത തീരുമാനം ഞാൻ മാറ്റാനൊന്നും പോകുന്നില്ല. കരൾ തന്നനെ രക്ഷിച്ച പെൺകുട്ടി അതാരായാലും ഞാൻ അവർക്ക് കൊടുക്കുന്ന ദാനമല്ലിത്, മറിച്ച് എൻ്റെ ജീവൻ രക്ഷിച്ചതിനുള്ളൊരു സമ്മാനമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി റൂമിലേക്ക് പോവുകയാണ്. റൂമിലെത്തിയതും ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നു, ഇവിടെയുള്ള ആർക്കും അറിയില്ല എനിക്ക് സത്യം അറിയാം എന്നുള്ള കാര്യം. അവരെല്ലാം സത്യം എന്നോട് തുറന്നു പറഞ്ഞു, എന്നാൽ ഞാനത് വിശ്വസിച്ചിട്ടില്ല എന്ന് അവരും കുറച്ചുനാൾ ചിന്തിക്കട്ടെ. ഇങ്ങനെയെല്ലാം ഓർത്തുകൊണ്ട് ദേവയാനി നിൽക്കുമ്പോഴാണ് അവിടേക്ക് നയന കയറി വരുന്നത്. നയന കയറി വരുന്നത് കണ്ടതും ദേവയാനിയുടെ മുഖത്തെ ചിരി മാറുന്നു. എന്നിട്ട് ദേവയാനി നയനയോട് ചോദിക്കുകയാണ്, എന്താണ്? നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ? നിന്നെ എനിക്ക് കാണുന്ന ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? ദേവയാനി ദേഷ്യത്തോടെ ചോദിക്കുന്നു. അമ്മ ആർക്കാണ് 50 ലക്ഷം രൂപ കൊടുത്തത്? അമ്മ അന്വേഷിച്ച് നടക്കുന്ന കരൾ തന്ന പെൺകുട്ടി അത് വേറെ ആരുമല്ല, അത് ഞാനാണ്. അമ്മയോട് ഇതെല്ലാം ഒന്ന് തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാൽ അമ്മ ഇതെങ്ങനെ എടുക്കും എന്നുള്ള കാര്യം ആലോചിച്ച് ഞാൻ പറയാതിരുന്നതാണ്. നയനയുടെ വാക്കുകൾ കേട്ടതും ദേവയാനി ദേഷ്യത്തോടെ മറുപടി പറയുകയാണ്, എന്ത് പൊട്ടത്തരമൊക്കെയാണ് നീ വിളിച്ച് പറയുന്നത്? എനിക്ക് കരൾ തന്ന പെൺകുട്ടി അത് നീയാണെന്നോ? അതിന് നീ എൻ്റെ ആരാ? എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അതാരാണെന്ന് ഞാൻ അറിയുകയും ചെയ്തതാണ്. വെറുതെ ഓരോരോ ഉടായ്പ നാടകവുമായി എൻ്റെ അടുത്തോട്ട് നീ വരണ്ട. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും അമ്മ എന്താ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തത്? അനന്തപുരി തറവാടും ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും പുറത്തുള്ള എല്ലാവർക്കും നന്നായി അറിയാം. അമ്മയെ കബളിപ്പിക്കാൻ വേണ്ടി ആരോ കരുതിക്കുട്ടി ചെയ്യുന്നതാണ് ഇതെല്ലാം, നയന പറയുന്നു. ഈ കാര്യത്തിൽ എന്തായാലും എനിക്ക് നിൻ്റെ ഉപദേശം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നീ സ്ഥാപിക്കാനും വരണ്ട. എനിക്കിവിടെ 100 കൂട്ടം ജോലികളുണ്ട്. എന്നെ ശല്യപ്പെടുത്താതെ ഒന്ന് പോകാമോ നീ? ദേവയാനി നയനയോട് ചൂടായി പറയുന്നു. ദേവയാനിയുടെ വാക്കുകൾ കേട്ടതും വിഷമത്തോടെ നയന അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ നയന പോകുന്നത് നോക്കി ദേവയാനി ഒരു ചെറിയ പുഞ്ചിരിയോടെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് കരൾ തന്ന പെൺകുട്ടി അത് മോളാണെന്നുള്ള കാര്യം ഇവരൊക്കെ പറയുന്നതിന് മുൻപേ തന്നെ ഞാൻ സ്വയം കണ്ടെത്തിയതാണ്. അന്ന് മുതൽ മോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റാരും. അന്ന് തൊട്ട് മോളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാണ്. എന്നെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കബളിപ്പിച്ചതല്ലേ. ഇനി നിങ്ങളെ എല്ലാവരെയും ഞാനും കുറച്ച് നാളൊന്ന് പറ്റിക്കട്ടെ, ദേവയാനി മനസ്സിൽ ആലോചിക്കുന്നു. പെട്ടെന്നാണ് ദേവയാനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് മറ്റാരുമല്ല, ദേവയാനിയുടെ അമ്മയായിരുന്നു. സന്തോഷത്തോടു കൂടി തന്നെ ദേവയാനി സംസാരിക്കുകയാണ്. ഹലോ അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ മോളെ ദേവയാനി, നിനക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വിളിച്ചുകൂടെ? സോറി അമ്മേ, ഞാൻ മറന്നുപോയതാ. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് നാളായി നല്ല തിരക്കായിരുന്നു അമ്മേ, ദേവയാനി പറയുന്നു. തിരക്കുകൾ കാരണം നീ സ്വന്തം അമ്മയെ തന്നെ മറന്നുപോയോ? അയ്യോ, ഞാൻ മറന്നതല്ല അമ്മേ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തിരക്കിലായിരുന്നു. ശരി, എന്തേലും ആവട്ടെ. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്?
കുറവുണ്ടോ? മരുന്നൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ടോ മോളെ? ആ, ഇപ്പം കുഴപ്പമൊന്നുമില്ല അമ്മേ, ഭേദമായി വരുന്നു. പതുക്കെ പതുക്കെ ജോലികളൊക്കെ ചെയ്ത് തുടങ്ങാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ നീ പാടുള്ള ജോലികളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അവിടെ ജോലിക്കാറില്ലേ? പിന്നെ എല്ലാ ജോലിയും സമയത്ത് ചെയ്യാൻ നിൻ്റെ മരുമകളുണ്ടല്ലോ അവിടെ. ഇല്ല അമ്മേ, കുറച്ച് നാളായിട്ട് അവളെ കൊണ്ട് ഒരു ജോലിയും ഞാൻ ചെയ്യിപ്പിക്കാറില്ല, ദേവയാനി പറയുന്നു. അതെന്താ മോളെ അങ്ങനെ? നീ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്താ ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം നിനക്ക്? എത്ര നാളായി മോളെ നിന്നെ ഒന്ന് കണ്ടിട്ട്? നീ എപ്പോഴും ഇവിടേക്കൊന്ന് വരുന്നത്? അതൊക്കെ വരാം അമ്മേ. എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. അതൊരു സർപ്രൈസാണ്, ദേവയാനി പറയുന്നു. ഈ സമയത്താണ് നയന അവിടേക്ക് വരുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ ദേവയാനി മരുന്ന് കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ നയന ദേവയാനിക്കുള്ള മരുന്നുമായി അവിടേക്ക് വന്നതാണ്. എന്നാൽ ഫോൺ കോളിലാണ് ദേവയാനി എന്ന് കണ്ടതും നയന മാറി നിൽക്കുന്നു. ദേവയാനി ഫോണിലുള്ള സംസാരം തുടരുന്നു. അമ്മേ, ആദർശും ജയേട്ടനുമൊക്കെ മാറി മാറി പറഞ്ഞതാണ് എനിക്ക് കരൾ തന്ന പെൺകുട്ടി നയനമോളാണെന്നുള്ള കാര്യം. പക്ഷേ അവരെല്ലാം ഇത് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ആ സത്യം മനസ്സിലാക്കിയതാണ്. ഹോസ്പിറ്റലിൽ ഞാൻ പോയിരുന്നു, റിപ്പോർട്ടുകളൊക്കെ കണ്ടു. പിന്നെ എൻ്റെ അന്വേഷണവും എല്ലാം ചെന്ന് അവസാനിച്ചത് നയനമോളിലാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കരൾ തന്ന പെൺകുട്ടി അത് മറ്റാരുമല്ല, എൻ്റെ നയനമോളാണ് എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതും. ഇതെല്ലാം കേട്ടതും റൂമിന് പുറത്ത് നിൽക്കുന്ന നയന വല്ലാതെ ഷോക്കാവുകയാണ്. വീണ്ടും ദേവയാനി ഫോണിൽ സംഭാഷണം തുടരുന്നു. പുറം തിരിഞ്ഞു നിന്ന് മിണ്ടുന്നത് കൊണ്ട് തന്നെ ദേവയാനിക്ക് നയന അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അബി എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണിച്ചു തന്നു. ഞാൻ ആ പെൺകുട്ടിക്ക് പൈസ കൊടുക്കുകയും ചെയ്തു. അത് വേറൊന്നിനും വേണ്ടിയല്ല, അബിയുടെ കള്ളത്തരങ്ങൾ പൊളിക്കാനും അവനെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയാണ്, ദേവയാനി പറയുന്നു. ആദർശം ചേട്ടനുമൊക്കെ കുറേ പറഞ്ഞ ആ പെൺകുട്ടി നയനയാണെന്നുള്ള കാര്യം. പക്ഷേ ഞാനെല്ലാം അറിഞ്ഞിട്ടും അവരെ എല്ലാം ഒന്ന് കുരങ്ങ് കളിപ്പിക്കാം എന്ന് കരുതിയാണ് ഈ നാടകമെല്ലാം ചെയ്യുന്നത്, ദേവയാനി ഫോണിൽ പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ദേവയാനിയുടെ അമ്മ പറയുകയാണ്, എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത്? നിനക്ക് കരൾ തന്നത് അത് നിൻ്റെ മരുമകളാണെന്നോ? അതും നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിൻ്റെ മരുമകളോ? അതെ അമ്മേ, തുടക്കത്തിൽ എനിക്ക് നയനയോട് വെറുപ്പായിരുന്നു. എന്നിട്ട് പോലും അവൾ എനിക്ക് വേണ്ടി ഇങ്ങനൊരു ത്യാഗം ചെയ്തെന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സഹിക്കാൻ പറ്റാതെ വന്നു. മാത്രമല്ല അതറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അവളോടുള്ള സ്നേഹം വളരെയധികം കൂടുകയാണ് ചെയ്തത്. നയനയുടെ സ്നേഹവും നന്മയും ഒന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ അമ്മേ. എന്നെക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് നയനമോൾ, ദേവയാനി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്തായാലും ഈ നാടകവും കുരങ്ങളിപ്പിക്കലുമെല്ലാം കുറച്ച് നാൾ കൂടി ഞാൻ ഇവിടെ തുടരാൻ പോവുകയാണമ്മേ. കാര്യങ്ങൾ എവിടെ വരെ പോകുമെന്നൊന്ന് അറിയണമല്ലോ. ഇതെല്ലാം കേട്ട് പുറത്തു നിൽക്കുന്ന നയനയുടെ കണ്ണുകൾ നിറയുകയാണ്. അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം നയന മനസ്സിലാക്കുന്നു. സന്തോഷം കൊണ്ട് നയനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് നയന ഇങ്ങനെ ചിന്തിക്കുകയാണ്, അമ്മ ഇപ്പം മറ്റാരേക്കാളും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. എന്നെ ഓഫീസിലേക്ക് പറഞ്ഞു വിടുന്നതും അടുക്കളയിലെ ജോലി ഒന്നും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാത്തതും അങ്ങനെയെല്ലാം നയന ചിന്തിക്കുന്നു. ഒടുവിൽ എല്ലാം മനസ്സിലാക്കിയ നയന സന്തോഷത്തോടു കൂടി തന്നെ ജയൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നു, അച്ഛ, അമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാം. നമ്മളെയെല്ലാം വെറുതെ പറ്റിക്കാൻ വേണ്ടിയാണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത്. അമ്മ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് അച്ഛ. അമ്മയ്ക്കിപ്പോൾ എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. ഇങ്ങനെയെല്ലാം നയന പറയുന്നു. എന്തായാലും എല്ലാം നല്ലതിന് വേണ്ടി തന്നെ മോളെ, ജയൻ മറുപടി പറയുന്നു. അങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന നയനെ കാണിച്ചാണ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നത്.